CPM-ന് ഇനി എത്ര കാലം രാഷ്ട്രീയ പ്രേരിതമെന്ന വാക്കു പറഞ്ഞ് പിണറായി വിജയന്റെ മകൾ വീണയെ രക്ഷിക്കാനാകും? CPM ഈ ചോദ്യം സ്വയം ചോദിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. പാർട്ടിക്ക് രക്ഷിക്കാനാകാത്ത ഒരു അവസ്ഥയിലാണ് വീണ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നതാണ് സത്യം. വീണയുടെ IT കമ്പനിയായ എക്സാലോജിക്കും CMRL കമ്പനിയും ഉൾപ്പെട്ടിരിക്കുന്ന മാസപ്പിടി കേസിൽ ED കണ്ടെത്തുന്നത് കേരള രാഷ്ട്രീയത്തെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഈ കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ചൊവ്വാഴ്ച കോഴിക്കോട് വിവിധയിടങ്ങളിൽ ED റെയ്ഡ് നടത്തിയത്. വീണയുടെ ഭർത്താവായ മുൻ മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസ് MLA-യുടെ അടുത്ത സുഹൃത്തുക്കളും CPM നേതാക്കളുമായിട്ടുള്ളവരുടെ വീടുകളിലായിരുന്നു റെയ്ഡ്. അതിൽ നിഖില് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമാണ്. മറ്റൊരാൾ DYFI മേഖലാ സെക്രട്ടറി നന്ദുലാലായിരുന്നു. ഈ റെയ്ഡിന് പിന്നാലെ ED ഇന്നലെ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരിക്കുന്നത്. വീണയ്ക്ക് ഹവാല ഇടപാടെന്ന കണ്ടെത്തലിലേക്ക് അന്വേഷണം ചെന്നെത്തിയിരിക്കുന്നെന്നും അതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ED പറയുന്നു. ആ തെളിവ് EDക്ക് താലത്തിൽ വെച്ച് നൽകിയിരിക്കുന്നത് വീണ തന്നെയാണ് എന്നതാണ് ഏറെ പ്രധാനം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? മെയ് 27-ന് വീണയുമായി ബന്ധപ്പെട്ട 3 ഇടങ്ങളിൽ ഉൾപ്പെടെ 12 ഇടങ്ങളിലാണ് ED ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു റെയ്ഡ് നടത്തിയത്. അന്ന് വീണ താമസിക്കുന്ന പിണറായിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പല രേഖകളും കണ്ടെടുത്തു. അക്കൂട്ടത്തിൽ EDക്ക് കിട്ടിയ ഒരു ഡയറിയിലെ വിവരങ്ങളാണ് വീണയുടെ ഹവാല ഇടപാടുകൾ വിളിച്ചു പറയുന്നത്. പണം കൈകാര്യം ചെയ്തിരുന്നവർ, ചിലവഴിച്ചവർ, ദുബായിലേക്ക് അയച്ച പണത്തിന്റെ കണക്ക്, അങ്ങനെയെല്ലാം ഈ ഡയറിയിൽ കൃത്യമായിട്ട് കൈപ്പടയിൽ രേഖപ്പെടുത്തിയിരുന്നു. ദുബായ് കറൻസിയിലും ഇന്ത്യൻ രൂപയിലും കൈകാര്യം ചെയ്ത തുകയുടെ വിവരങ്ങളും ഈ ഡയറിയിലുണ്ട്. ഇത് പ്രകാരം ഏകദേശം 85 ലക്ഷം രൂപയാണ് ദുബായിലേക്ക് അയച്ചിരിക്കുന്നത്. ഇന്ത്യൻ രൂപയിൽ ഏകദേശം 20 കോടി ചെലവാക്കിയതിന്റെ കണക്കുകളും ഈ ഡയറിയിൽ പറയുന്നുണ്ട്. കൈപ്പടയിൽ എഴുതിയ ഈ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് ED വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ വീണയുടെ കയ്യിൽ നിന്ന് അന്ന് പിടിച്ചെടുത്ത ഒരു ഡിജിറ്റൽ ഉപകരണത്തിൽ നിന്ന് ഒരു സിം കാർഡിന്റെ ചിത്രം ലഭിച്ചിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് മറ്റൊരാളുടെ പേരിലുള്ള സിമ്മാണ്. അത് വൈഫൈ റൂട്ടർ വഴിയാണ് ഉപയോഗിക്കുന്നതും. ഇന്റർനെറ്റ് കോളിന് വേണ്ടിയാണ് ഈ സംവിധാനം ഉപയോഗിച്ചതെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ED എത്തിയിരിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളും EDക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. വീണയുടെ ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന ആളുകൾ, സിമ്മിന്റെ ഉടമ എന്നിവരെയെല്ലാം ഉൾപ്പെടുത്തിയായിരുന്നു ചൊവ്വാഴ്ച ED കോഴിക്കോട് 9 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിൽ നിർണായകമായ ഡിജിറ്റൽ ഉപകരണങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹവാല ചാനൽ വഴിയുള്ള പണം കൈമാറ്റത്തിന്റെ നിർണായക തെളിവുകളും EDക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ED പറയുന്നത് വരുമാനത്തിൽ കവിഞ്ഞുള്ള പണം വീണ കൈകാര്യം ചെയ്തിരുന്നു എന്ന ഗുരുതരമായ കാര്യമാണ്. കൈമാറ്റം ചെയ്തതായി ഈ ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന ആകെ തുക നോക്കുമ്പോൾ അത് CMRൽ നിന്ന് വീണയ്ക്ക് കിട്ടിയിരിക്കുന്നതിനേക്കാളും വളരെ കൂടുതലാണ്. അതിലാണ് ED ഇനി അന്വേഷണം കേന്ദ്രീകരിക്കാൻ പോകുന്നത്. വീണ നേരിട്ടാണോ അതോ വീണയുടെ കമ്പനിയെ മറയാക്കി മറ്റാരെങ്കിലുമാണോ ഈ കള്ളപ്പണ ഇടപാട് നടത്തിയത് എന്നും ED പരിശോധിക്കുന്നുണ്ട്. എന്തായാലും EDയുടെ അന്വേഷണത്തിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും വീണയ്ക്കും അതുവഴി പിണറായിക്കും മുഹമ്മദ് റിയാസിനും അങ്ങനെ ഒടുവിൽ CPM-നും കുരുക്കാവുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് റിയാസും EDയുടെ ചോദ്യമുനയിലേക്ക് വൈകാതെ വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. റിയാസിനെ ചോദ്യം ചെയ്യാൻ EDയെ നിർബന്ധിതമാക്കുന്ന പല ഘടകങ്ങളുണ്ട്. കാരണം CMRൽ നൽകിയ പണം വീണ റിയാസിന്റെ അക്കൗണ്ടിലേക്കും അവിടെ നിന്ന് റിയാസിന്റെ അക്കൗണ്ടിൽ നിന്ന് മറ്റു പലരുടെയും അക്കൗണ്ടുകളിലേക്കും മാറ്റിയതായിട്ടുള്ള രേഖകൾ ED കണ്ടെടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് 2 തവണ നേരത്തെ തന്നെ റിയാസിനോട് ED വിശദീകരണം ചോദിച്ചെങ്കിലും തൃപ്തികരമായ മറുപടി റിയാസിന് നൽകാൻ കഴിഞ്ഞില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിനൊക്കെ വ്യക്തമായ മറുപടി നൽകേണ്ടത് റിയാസിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം അദ്ദേഹം ഒരു മുൻ മന്ത്രിയാണ്, നിലവിലെ ഒരു ജനപ്രതിനിധിയാണ്. 2024-ൽ നിയമസഭയിൽ പിണറായി നടത്തിയ ഈ കൈകൾ ശുദ്ധമാണെന്ന പ്രശസ്തമായ പ്രസ്താവന ഇപ്പോൾ തമാശയോടെയാണ് കേരളം ആവർത്തിച്ച് കേൾക്കുന്നത്. വീണയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ അതിൽ സത്യം തിരിച്ചറിയുന്നത് വരെ അകലം പാലിക്കുകയാണ് CPM നേതൃത്വം ചെയ്യേണ്ടത്. നേരത്തെ വീണയ്ക്കെതിരായ കേസിൽ പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പാവം പാർട്ടി പ്രവർത്തകർ ഏതാണ്ട് 70 ദിവസത്തോളം ജയിലിൽ കിടന്ന ശേഷം അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. ജാമ്യം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കേസായിരുന്നു ED പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ആക്രമിക്കുക എന്നത്. എന്തിനാണ് തങ്ങൾ ജയിലിൽ പോയതെന്ന് അവർക്ക് ഇപ്പോഴും മറുപടി പറയാനാകാത്ത വിഷയമാണ്. കാരണം ഒരു പാർട്ടി പ്രവർത്തക പോലും അല്ലാത്ത വീണയുടെ ചെയ്തികൾക്ക് പാർട്ടി പ്രതിരോധവുമായി ഇറങ്ങിയതിന്റെ ഫലമാണ് അന്ന് അണികൾ ഏറ്റുവാങ്ങിയത്. അത് ആവർത്തിക്കാതിരിക്കാനുള്ള ഔചിത്യം ഇനിയെങ്കിലും പാർട്ടി കാണിക്കേണ്ടതുമാണ്.